സുഹൃത്തുക്കളെ, നിങ്ങളും രാത്രിയിൽ ഒളിച്ചിരുന്ന് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരാണോ? അല്ലെങ്കിൽ പകലും രാത്രിയും സ്വന്തം മൊബൈലിൽ മോശം കാര്യങ്ങൾ കണ്ട് നിങ്ങളുടെ എല്ലാ ഊർജ്ജവും നശിപ്പിച്ചു കളഞ്ഞോ? എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും നശിച്ചുപോയേക്കാം. ശരീരത്തിൽ തളർച്ച, കണ്ണിന് താഴെ കറുത്ത പാടുകൾ, എപ്പോഴും ക്ഷീണമനുഭവപ്പെടുക, മുഖത്ത് ഒരു തിളക്കവുമില്ല, ശരീരത്തിലൊട്ടും ബലമില്ല, മനസ്സാണെങ്കിൽ വെറും മോശം ചിന്തകളുടെ താവളമായി മാറിയിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് നിർത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ യൗവനത്തിൽ തന്നെ നിങ്ങൾ ഒരു വൃദ്ധനെപ്പോലെ ആയിത്തീരും. പക്ഷെ പേടിക്കേണ്ട, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് സ്വന്തം വീര്യം സംരക്ഷിക്കാനും നഷ്ടപ്പെട്ട കരുത്ത് തിരിച്ചുപിടിക്കാനുമുള്ള ഒരു ആയുർവേദ രീതിയെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിൽ വീണ്ടും തേജസ്സും ഊർജ്ജവും പൗരുഷവും നിറയ്ക്കും. വീഡിയോ പൂർണ്ണമായും കാണുക, ഇല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ടിവരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ കഥ ആയുർവേദത്തിൽ വലിയ അറിവുള്ള ഒരു മഹാനായ ഗുരുവിന്റേതാണ്. ആയിരക്കണക്കിന് ആളുകൾ ദൂരദേശങ്ങളിൽ നിന്ന് തങ്ങളുടെ പ്രശ്നങ്ങളുമായി ഗുരുവിന്റെ അടുത്ത് വരുമായിരുന്നു. ചിലർ ശാരീരിക ബലഹീനത കാരണം വിഷമിക്കുന്നവരായിരുന്നു, മറ്റു ചിലർ മാനസിക ചിന്തകളാൽ വലഞ്ഞവർ. എല്ലാവരും ഒരേയൊരു പ്രതീക്ഷയോടെയാണ് വരുന്നത്. അവർ പറയും, ഗുരുദേവാ, എന്നെ രക്ഷിക്കൂ. അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന ആരും തന്നെ വെറുങ്കൈയോടെ മടങ്ങാറില്ല. ഗുരുദേവൻ പറയുന്ന എല്ലാ വഴികളും ആയുർവേദപരമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, എല്ലാ രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ പ്രകൃതി നമുക്ക് നൽകിയിട്ടുണ്ട്, അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയണം എന്ന് മാത്രം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു യുവാവ് ഗുരുവിന്റെ അടുത്തെത്തി. അവന്റെ ശരീരം വളരെ ബലഹീനമായിരുന്നു, കണ്ണിന് താഴെ കറുത്ത പാടുകൾ വീണിരുന്നു. അവന്റെ പ്രായം ഏകദേശം 23 വയസ്സായിരുന്നു. പക്ഷേ അവന്റെ നടപ്പും ഭാവവും ഒരു 45 വയസ്സുകാരനെപ്പോലെയായിരുന്നു. അരക്കെട്ട് വളഞ്ഞുപോയിരുന്നു, ശരീരത്തിൽ ആകെ ക്ഷീണമായിരുന്നു. അവൻ ഗുരുദേവന്റെ പാദങ്ങളിൽ വീണു പറഞ്ഞു, ഹേ ഗുരുദേവ, എന്റെ ജീവിതം നശിച്ചുപോയി. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. വീണ്ടും വീണ്ടും വീര്യം നഷ്ടപ്പെടുത്തി എന്റെ എല്ലാ ഊർജ്ജവും ഞാൻ തീർത്തു. ഇപ്പോൾ എന്റെ ശരീരത്തിൽ ഒരു ശക്തിയും ബാക്കിയില്ല, മനസ്സിൽ സമാധാനവുമില്ല. ഗുരുദേവ, ഞാൻ എന്തു ചെയ്യും? എന്നെ സഹായിക്കൂ. ഗുരുദേവൻ അവന്റെ അവസ്ഥ കണ്ടു. അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഗുരുവിനെല്ലാം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, മകനെ, വിഷമിക്കേണ്ട. നിന്റെ നഷ്ടപ്പെട്ട എല്ലാ ശക്തിയും തിരിച്ചുവരും. നിന്റെ വീര്യം വീണ്ടും പുഷ്ടിപ്പെടും. ഇന്ന് ഞാൻ നിനക്ക് അങ്ങനെയൊരു ആയുർവേദ രീതി പറഞ്ഞുതരാം. അത് നീ കൃത്യമായി ചെയ്താൽ വെറും 15 ദിവസം കൊണ്ട് നിനക്ക് പഴയതുപോലെ കരുത്തും അനുഭവപ്പെടും. നിന്റെ എല്ലാ ശക്തിയും നിനക്ക് തിരിച്ചുകിട്ടും. നിന്റെ മുഖത്ത് തിളക്കവും ശബ്ദത്തിൽ ഗാംഭീര്യവും നടപ്പിൽ ആത്മവിശ്വാസവും പ്രകടമാകും. ഈ രീതി ഞാൻ എത്രയോ ആളുകൾക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. അത് സ്വീകരിച്ചവർക്കെല്ലാം വലിയ ഗുണം ലഭിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ യുവാവിൽ ഒരു പ്രതീക്ഷാകിരണം തെളിഞ്ഞു. ഗുരു തുടർന്നു, മകനെ, ഇന്ന് നിനക്ക് വന്ന ഈ അവസ്ഥ ഇന്ന് പല യുവാക്കൾക്കും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മൂലകാരണം എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല. വീര്യമെന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? ഇത് ശരീരത്തിൽ നിന്ന് പുറത്തുവരുന്ന വെറുമൊരു സാധാരണ ദ്രാവകമല്ല. ഇത് നിന്റെ ശരീരത്തിന്റെ മുഴുവൻ കരുത്തും ഊർജ്ജവുമാണ്. ഇത് നിർമ്മിക്കാൻ നിന്റെ ശരീരത്തിന് 30 ദിവസം സമയം വേണം. നിന്റെ ശരീരത്തിലെ മുഴുവൻ പോഷകങ്ങളിൽ നിന്നും രക്തത്തിൽ നിന്നും മാംസപേശികളിൽ നിന്നും വേർതിരിച്ചെടുത്താണ് ഈ വീര്യമുണ്ടാകുന്നത്. നീ അത് വീണ്ടും വീണ്ടും നശിപ്പിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ ശക്തിയെയാണ് നീ കളയുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ അവസ്ഥയിൽ നീ പതുക്കെ ബലഹീനനാവുകയും നിന്റെ ശരീരം രോഗങ്ങളാൽ നിറയുകയും ചെയ്യും. അപ്പോൾ യുവാവ് അത്ഭുതത്തോടെ ചോദിച്ചു, ഗുരുദേവ, ഇതിനിത്ര വലിയ ദോഷമുണ്ടോ? അപ്പോൾ ഗുരു പറഞ്ഞു, ഞാനൊരു ഉദാഹരണം പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരു മരത്തിന്റെ വേരുകൾ ദിവസവും കുറച്ചായി മുറിക്കുകയാണെങ്കിൽ ആ മരം പച്ചപ്പോടെയിരിക്കുമോ? പതുക്കെ ആ മരം ഉണങ്ങാൻ തുടങ്ങും. അതിന്റെ ഇലകൾ മഞ്ഞ നിറമാകും. ഒടുവിൽ ഒരു ദിവസം ആ മരം നിലംപൊത്തും. നിന്റെ ശരീരവും ആ മരം പോലെയാണ്. വീര്യം അതിന്റെ വേരും. നീ വീണ്ടും വീര്യം നശിപ്പിക്കുമ്പോൾ നീ നിന്റെ വേരുകളെ തന്നെയാണ് മുറിക്കുന്നത്. ഇത് കേട്ടപ്പോൾ യുവാവിന്റെ മുഖത്ത് ആശങ്ക നിറഞ്ഞു. ഗുരു തുടർന്നു, മറ്റൊരു കാര്യം കൂടി കേൾക്കൂ. നീ ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദിവസവും ഒരു ഗ്ലാസ് രക്തം നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്താൽ നിനക്ക് ശക്തിയുണ്ടാകുമോ? അതുതന്നെയാണ് നീയും ചെയ്യുന്നത്. വീര്യമെന്നത് വെറുമൊരു വെളുത്ത വെള്ളമല്ല, അത് രക്തത്തിന്റെ തന്നെ ഘനീഭവിച്ച രൂപമാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ രസമാണ്. ഇതിനുള്ളിലാണ് നിന്റെ എല്ലുകളുടെ കരുത്തും മാംസപേശികളുടെ ഊർജ്ജവും തലച്ചോറിന്റെ ബുദ്ധിശക്തിയും അടങ്ങിയിരിക്കുന്നത്. ഇത് കുറയുമ്പോൾ ശരീരം തളർന്നുപോകും. യുവാവ് ശാന്തനായി പറഞ്ഞു, ഗുരുദേവ, ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഗുരു പറഞ്ഞു, വീര്യം നശിപ്പിക്കുന്നത് സ്വന്തം കൈകൊണ്ട് സ്വന്തം യൗവനം നശിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ. പക്ഷേ പേടിക്കണ്ട, എല്ലാം അവസാനിച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ വീണ്ടും ശക്തി വരും, വീര്യം കട്ടിയുള്ളതാകും. നീ ഇന്നു മുതൽ നിന്നിൽ നിയന്ത്രണം വയ്ക്കുകയും ഞാൻ പറയുന്നതുപോലെ പ്രവർത്തിക്കുകയും ചെയ്താൽ മതി. യുവാവ് പറഞ്ഞു, പറയൂ ഗുരുദേവ, എന്താണ് ആ രീതി? ഗുരു പറഞ്ഞു, ഇപ്പോൾ തന്നെ പറയാം. പക്ഷേ അതിനു മുമ്പ് ഇത് മനസ്സിലാക്കുക, ശരീരത്തെ വീണ്ടെടുക്കാൻ നല്ല കാര്യങ്ങൾ ആവശ്യമാണ്. തകർന്നുപോയ ഒരു മതിൽ നല്ല ഇഷ്ടികകൾ ഉപയോഗിച്ച് വീണ്ടും പണിയുന്നതുപോലെ
ശരീരത്തിലെ വീര്യം വർദ്ധിപ്പിക്കാൻ ശുദ്ധമായതും ബലമേകുന്നതുമായ ആഹാരം ആവശ്യമാണ്. ഇനി ശ്രദ്ധിക്കൂ, ആ 5 കാര്യങ്ങൾ, അതിലൂടെ നിന്റെ കരുത്ത് തിരിച്ചുവരും. വെറും 15 ദിവസം കൊണ്ട് മാറ്റം കാണാം. ഗുരു പറഞ്ഞു. ഒന്നാമത്തെ ഘടകം പാലാണ്. ഇത് കേട്ട് യുവാവ് അത്ഭുതപ്പെട്ടു. ഗുരുദേവ, പാൽ നമ്മൾ ദിവസവും കുടിക്കാറുള്ളതാണല്ലോ, അതിലെന്താണിത്ര പ്രത്യേകത? ഗുരു പറഞ്ഞു. നീ സാധാരണ എന്ന് കരുതുന്ന സാധനം യഥാർത്ഥത്തിൽ ദേവന്മാരുടെ അമൃതാണ്. പാലിനെ വെറുതെയല്ല സമ്പൂർണ്ണാഹാരം എന്ന് വിളിക്കുന്നത്. നിന്റെ വീര്യം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ ഊർജ്ജം തിരിച്ചുപിടിക്കാനും വേണ്ടതെല്ലാം അതിലുണ്ട്. പാലിൽ കാൽസ്യമുണ്ട്, അത് എല്ലുകളെ ബലപ്പെടുത്തും. പ്രോട്ടീനുണ്ട്, അത് ബലഹീനത മാറ്റും. വിറ്റാമിനുകളുണ്ട്, അത് രക്തത്തെ ശുദ്ധീകരിക്കും. എല്ലാത്തിലുമുപരി പാലിൽ ഓജസ് വർദ്ധിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. മുഖത്ത് ഓജസ്സുള്ള ഒരാൾക്ക് ഒന്നും പറയാതെ തന്നെ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. കണ്ണുകളിൽ ഒരു തിളക്കവും ശബ്ദത്തിൽ ഗാംഭീര്യവും മനസ്സിൽ ആത്മവിശ്വാസവുമുണ്ടാകും. പതിവായി പാൽ കുടിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ഈ ഓജസ് വർദ്ധിക്കും. ഗുരു ഒരു ഉദാഹരണം കൂടി നൽകി. നീ എപ്പോഴെങ്കിലും പശുക്കിടാവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ അതെങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നു. അതൊരിക്കലും ക്ഷീണിക്കില്ല. കാരണം അത് പാൽ മാത്രമാണ് കുടിക്കുന്നത്. പാൽ കുടിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആ ഊർജ്ജം കൊണ്ട് അതിന് ദിവസം മുഴുവൻ കളിക്കാൻ കഴിയുന്നു. അതുപോലെ പാൽ കുടിക്കുന്ന ഒരാളുടെ ശരീരത്തിലും ഈ ഊർജ്ജം നിറയും. അയാൾ പെട്ടെന്ന് ക്ഷീണിക്കില്ല, പെട്ടെന്ന് വൃദ്ധനാവില്ല. ഏറ്റവും പ്രധാനമായി അയാളുടെ വീര്യം ബലമുള്ളതാകും. പാലിന്റെ മുകളിലാണ് നിന്റെ കരുത്തിന്റെയും വീര്യത്തിന്റെയും കെട്ടിടം നിൽക്കുന്നത്. ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ചൂടുപാൽ കുടിച്ചാൽ നിന്റെ നഷ്ടപ്പെട്ട ശക്തി പതുക്കെ തിരിച്ചുവരും. ഞരമ്പുകൾ ബലപ്പെടും, വീര്യം കട്ടിയുള്ളതാകും. 15 ദിവസം കൊണ്ട് മാറ്റം കാണാം. യുവാവ് ആകാംക്ഷയോടെ ചോദിച്ചു. ഗുരുദേവ, പാൽ എങ്ങനെയാണ് കുടിക്കേണ്ടത്? ഗുരു പറഞ്ഞു. ക്ഷമിക്കൂ മകനെ, ബാക്കി കാര്യങ്ങൾ കൂടി അറിഞ്ഞാൽ ഇവയെല്ലാം ചേർത്ത് പാലിനെ എങ്ങനെ അമൃതിന് തുല്യമാക്കാം എന്ന് നിനക്ക് മനസ്സിലാകും. ഗുരു തുടർന്നു. രണ്ടാമത്തെ കാര്യം ബദാമാണ്. ആയുർവേദത്തിൽ ബദാമിനെ ബലം നൽകുന്ന ഔഷധമായാണ് പറയുന്നത്. ദിവസവും ബദാം കഴിക്കുന്നവരിൽ ബലഹീനത വരില്ല. യുവാവ് ചോദിച്ചു. പക്ഷേ ഗുരുദേവ, ബദാം പണക്കാരല്ലേ കഴിക്കുന്നത്? പാവങ്ങൾ എന്തു ചെയ്യും? ഗുരു പറഞ്ഞു. അത് തെറ്റായ ധാരണയാണ്. ബദാം വെറുമൊരു ആഡംബരമല്ല, അത് പാവപ്പെട്ടവരുടെ ഔഷധം കൂടിയാണ്. ദിവസവും 4-5 ബദാം കുതിർത്ത് കഴിച്ചാൽ ലഭിക്കുന്ന ശക്തി ഒരു വലിയ മരുന്നിനു പോലും നൽകാൻ കഴിയില്ല. നിന്റെ വീര്യം നേർത്തതായി പോയിരിക്കുന്നു. വീര്യം നേർത്തതായാൽ ശരീരം ഉള്ളിൽ നിന്ന് ബലഹീനമാകും. നീ ബദാം കഴിച്ചു തുടങ്ങുമ്പോൾ അതിലെ പ്രോട്ടീനും ഒമേഗ-3 ഫാറ്റി ആസിഡും വിറ്റാമിൻ ഇയും നിന്റെ ഞരമ്പുകൾക്ക് ശക്തി നൽകും. വീര്യം കട്ടിയുള്ളതാകും. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിനക്ക് മാറ്റം അനുഭവപ്പെടും. യുവാവ് ചോദിച്ചു. ഇത്ര വേഗത്തിൽ ഇത് പ്രവർത്തിക്കുമോ? ഗുരു പറഞ്ഞു. ഒരു കർഷകൻ ഉണങ്ങിയ മണ്ണിൽ വെള്ളമൊഴിക്കുമ്പോൾ ആ മണ്ണ് എങ്ങനെ കുതിരുന്നുവെന്ന് നോക്കൂ. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ ഉണക്കം മാറുന്നില്ലേ? അതുപോലെയാണ് ബദാം നിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഓർക്കുക, ബദാം ഒരിക്കലും നേരിട്ട് കഴിക്കരുത്. രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്തുവെച്ച് രാവിലെ അതിന്റെ തൊലി കളഞ്ഞു കഴിക്കണം. തൊലിക്ക് ചൂട് കൂടുതലാണ്. തൊലി കളയുമ്പോൾ അത് അമൃതായി മാറും. ഗുരു പറഞ്ഞു. മൂന്നാമത്തെ കാര്യം ഈന്തപ്പഴമാണ്. ഇത് നിന്റെ ശരീരത്തിന് ഉണങ്ങിപ്പോയ ഒരു ചെടിക്ക് മഴയുടെ ആദ്യ തുള്ളികൾ നൽകുന്നതുപോലെയുള്ള പുതിയ ജീവൻ നൽകും. ആയുർവേദത്തിൽ ഈന്തപ്പഴത്തെ വീര്യവർദ്ധകം എന്നാണ് പറയുന്നത്. വീര്യം നശിക്കുമ്പോൾ തളർച്ച ഉള്ളിലേക്ക് പടരും, കണ്ണുകൾ കുഴിയും, ശരീരം ഉണങ്ങും, അരക്കെട്ടിൽ വേദന വരും. ഈന്തപ്പഴം ആ കുറവുകൾ നികത്തുന്നു. ഇത് രക്തം ഉൽപ്പാദിപ്പിക്കുകയും വീര്യത്തെ കട്ടിയുള്ളതാക്കുകയും ചെയ്യുന്നു. ഇതിലെ കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവ ശരീരത്തിലെ എല്ലാ ബലഹീനതകളും മാറ്റും. ഒരാഴ്ചയ്ക്കുള്ളിൽ മാറ്റം കാണാം. ദിവസവും 4 മുതൽ 5 വരെ ഈന്തപ്പഴം കഴിക്കുക. പാലിൽ ചേർത്ത് തിളപ്പിച്ച് കഴിക്കുന്നത് ഇരട്ടി ശക്തി നൽകും. പക്ഷേ ഇത് ചൂടുള്ള പ്രകൃതമുള്ളതുകൊണ്ട് അധികം കഴിക്കരുത്. ധാരാളം വെള്ളം കുടിക്കണം. ഗുരു പറഞ്ഞു. നാലാമത്തെ കാര്യം ശുദ്ധമായ നെയ്യാണ്. നെയ്യും ആയുർവേദത്തിൽ അമൃതാണ്. നഷ്ടപ്പെട്ട കരുത്ത് തിരിച്ചുകൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല വഴിയാണിത്. നെയ്യിൽ തേജസ്സും ബലവുമുണ്ട്. നെയ്യ് കഴിക്കുന്നവരുടെ സന്ധികൾക്ക് വേദനയുണ്ടാകില്ല, ദഹനം നന്നാകും. രാവിലെ ഭക്ഷണത്തോടൊപ്പമോ രാത്രി പാലിൽ ചേർത്തോ 1 സ്പൂൺ നെയ്യ് കഴിക്കുക. 7 ദിവസം കൊണ്ട് മാറ്റം കാണാം. ഗുരു പറഞ്ഞു. അഞ്ചാമത്തെ കാര്യം തേനാണ്. ഇതിനെ ആയുർവേദത്തിൽ സർവ്വ ഔഷധി എന്ന് വിളിക്കുന്നു. ഇത് ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകും. വീര്യമുണ്ടാകുന്ന പ്രക്രിയ വേഗത്തിലാക്കും. പേശികളെ ബലപ്പെടുത്തും. വീര്യം കുറയുമ്പോൾ അനുഭവപ്പെടുന്ന അരക്കെട്ട് വേദന, കാലിലെ തളർച്ച, തലയ്ക്ക് ഭാരം എന്നിവയെല്ലാം തേൻ ഇല്ലാതാക്കും. രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും തിളയ്ക്കുന്ന സാധനങ്ങളിൽ തേൻ ചേർക്കരുത്. അത് വിഷമായി മാറും. ഒടുവിൽ ഗുരു ആ അമൃതതുല്യമായ റെസിപ്പി പറഞ്ഞുകൊടുത്തു. ആദ്യം 5 മുതൽ 7 വരെ ബദാം രാത്രി കുതിർക്കുക. രാവിലെ അതിന്റെ തൊലി കളഞ്ഞ് നന്നായി അരയ്ക്കുക. ശേഷം 3 മുതൽ 4 വരെ ഈന്തപ്പഴം കുരു കളഞ്ഞ് ചെറുതായി അരിയുക. 1 ഗ്ലാസ് പശുവിൻ പാൽ ചൂടാക്കി അത് തണുപ്പിക്കാൻ വെക്കുക.
ഇനി ബദാമും ഈന്തപ്പഴവും ഈ പാലിൽ ചേർത്ത് നന്നായി തിളപ്പിക്കുക. ശേഷം അത് ചൂടാറാൻ വയ്ക്കുക. ചൂടാറിയ ശേഷം അതിൽ 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ തേനും ചേർക്കുക. ഇത് രാവിലെ വെറും വയറ്റിലോ രാത്രി ഉറങ്ങുന്നതിനു മുൻപോ കുടിക്കുക. ഇത് വെറും 15 ദിവസം ചെയ്തു നോക്കൂ. നിന്റെ മുഖത്ത് തിളക്കം വരും. നിന്റെ വീര്യം കട്ടിയുള്ളതും ശക്തവുമാകും. നീ ഒരു പുതിയ മനുഷ്യനായതുപോലെ നിനക്കനുഭവപ്പെടും. സുഹൃത്തുക്കളെ, ഇതെല്ലാം പുരാതന ആയുർവേദ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.